വനിതാ ശിശുവികസന വകുപ്പിൻ്റെയും ചെറുപുഴ പഞ്ചായത്ത് ഫിഷറീസ് വകുപ്പിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ അലങ്കാര മത്സ്യകൃഷി പരിശീലന ക്ലാസ്സിന് തുടക്കമായി. വനിതാ ശിശു വകുപ്പിൻ്റെ ബേട്ടി ബചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിശീലനം നൽകിയത്. പെൺകുട്ടികൾക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2 ദിവസം നീണ്ടുനിൽക്കുന്ന പരിശീലനം സംഘടിപ്പിക്കുന്നത്. ചെറുപുഴയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. കാണാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളൊരു ധാരണയിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് നമ്മൾ മുന്നോട്ട് പോയി. അതിനെക്കുറിച്ച് നടത്തുന്ന പഠനങ്ങളൊക്കെ പറയുന്നത്, ഒന്ന് വേദന കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുള്ളതാണ്. മീനിനെ തിന്നിട്ടല്ല, മീനിനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കുറയ്ക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിനെ നോക്കിയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശാന്തത നമ്മുടെ മനസ്സിനൊരു ശാന്തത നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വേദന കുറയ്ക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്ന ഡിമെൻഷ്യ എന്ന് പറയുന്ന ഒരു രോഗം, മറവി രോഗം ബാധിക്കുന്നതിൽ നിന്ന് ഈ അലങ്കാര മത്സ്യത്തിന്റെ ഒരു അക്വേറിയം ഉണ്ടെങ്കിൽ അത് ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിനെ കാണുമ്പോൾ, ഇതിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊരു വ്യത്യാസം ഉണ്ടാകാൻ, കുറവുണ്ടാകാൻ സഹായിക്കുന്നുണ്ടെന്നാണ് പുതിയ പഠനങ്ങളൊക്കെ കാണുന്നത്. അപ്പൊ ഡിമെൻഷ്യ രോഗികൾക്ക് വരെ സഹായകരമാകുന്ന, അപ്പൊ അത് ആർക്കാണ് പ്രധാനമായും സഹായകരമാകുന്നതെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ഇന്നത്തെ അവസ്ഥയിൽ നമ്മുടെയൊക്കെ വീടുകളിൽ, ഭൂരിഭാഗം വീടുകളിലും എന്താണ് പറയുക, വാർദ്ധക്യത്തിലെത്തിയ 1-2 അംഗങ്ങൾ മാത്രമുള്ള കുടുംബങ്ങളാണ് വളരെ വ്യാപകമായി കാണുന്നത്. M. ബാലകൃഷ്ണൻ അധ്യക്ഷനായി. T. സജിന, K. രാധ, P. ഗീത എന്നിവർ സംസാരിച്ചു. ഡോക്ടർ P. ഡോണ, ഡോക്ടർ ചിത്ര സോമൻ, ആശാ ഗോപാലൻ എന്നിവർ ആദ്യ ദിവസം ക്ലാസ് എടുത്തു. അത് പ്രധാനമായ കാരണം ഏതിൻ്റെ അടിസ്ഥാനം സാമൂഹ്യ വ്യവസ്ഥയും ഏതിൻ്റെ അടിസ്ഥാനം സാമ്പത്തികവും. സ്വന്തമായി വരുമാനം ഉള്ള ആളുകൾക്ക് പണ്ട് കാലം മുതലേ ഏത് സ്ഥാനത്തായാലും ലിംഗഭേദവിദ്യയെ പരിഗണന കുടുംബത്തിലൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ഈ വരുമാനമാണ് ഒരു പ്രധാന ഉച്ചനീതിന് തീരുമാനിക്കുന്ന ഒരു ഘടകം. വരുമാനം ഉണ്ടാകണമെങ്കിൽ തൊഴിലുണ്ടായിരിക്കും. നമ്മുടെ രാജ്യത്ത് PSC മുഖാന്തരം നൽകപ്പെടുന്ന തൊഴിലുകൾ വളരെ കുറവാണ്. അഭ്യസ്ത വിദ്യയിൽ ഓരോ വർഷവും പുറത്തു വരുന്ന നമ്മുടെ സംസ്ഥാനത്ത് 33,000 ആളുകൾ മാത്രമാണ് ഒരു വർഷം PSC മുഖാന്തരം സംസ്ഥാന ഗവൺമെന്റ് തൊഴിലുള്ളത്. ഇത് തന്നെ കേന്ദ്ര PSCയോ മറ്റ് പൊതുമേഖല സ്ഥാനം കൊടുക്കുന്നില്ല. സ്വകാര്യവൽക്കരണം സജീവമായതോടുകൂടി ഉള്ള തൊഴിലുകൂടി നഷ്ടപ്പെട്ട ഒരു സാഹചര്യങ്ങളെ സംസ്ഥാനത്തുണ്ട്. ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ? എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം. ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ്, ചെറുപുഴ. റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ഇൻവെർട്ടർ, വാട്ടർ ഫിൽറ്റർ, വാട്ടർ ഹീറ്റർ, മിക്സി, ഫാൻ, സ്റ്റൗ, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ. ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണ്ണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി. ഹോം ടാക് ഹോം അപ്ലയൻസസ്, സ്പേസ് ആൻഡ് സർവീസസ്, പുളിങ്ങോം റോഡ്, ചെറുപുഴ.